Capybara. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൺ വ്ലോഗ്സ് വിത്ത് ദിയ. സോ ഇവിടെ കാനഡയിൽ കുട്ടികളുടെ സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങിയ ടൈമാണല്ലോ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. അപ്പം ഈ വെക്കേഷന് ഞങ്ങൾ മോൺട്രിയൽ ആൻഡ് ക്യൂബക്ക് പോകാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പ്യുവർലി മോൺട്രിയൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ മോൺട്രിയലിലെ ഹോട്ടലിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടുന്ന് നോട്ടർഡാം ചേർച്ച്, ഓൾഡ് മോൺട്രിയലൊക്കെ കാണാനാണ് പ്ലാന്. സോ ഇവിടെ ഇതേ ഹോട്ടലിൽ തന്നെ വേറെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ 2 ഫാമിലീസും കൂടെ ആയിരിക്കും ഈ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. സോ ഞങ്ങളങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ക്യാബ് വിളിച്ചിട്ട് നോട്ടർഡാം ബസിലിക്ക ചേർച്ചിൽ വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ 7:30 ലൈറ്റ് ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ലൈറ്റ് ഷോയുടെ വീഡിയോ എടുക്കാൻ അവർ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അത് കാരണം എനിക്ക് ലൈറ്റ് ഷോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇൻസൈഡ് ദ ചേർച്ച് ഇതാണ് വ്യൂ. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈവ്ലിയാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് മ്യൂസീഷ്യൻ ഇരുന്ന് വയലിൻ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി, ഒരു ഇന്ത്യൻ മ്യൂസിക്കാണ് ആ വയലിനിസ്റ്റ് പ്ലേ ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ബയോഡോമും പ്ലാനറ്റോറിയം ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സോ പ്ലാനറ്റോറിയത്തിൽ 12:15 ഷോ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. സോ പ്ലാനറ്റോറിയത്തിലെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. സോ പ്ലാനറ്റോറിയം ഇറങ്ങി കഴിഞ്ഞതും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും അങ്ങനെ ഒരു ഗാർഡൻ മാതിരി ഒരു ലൈറ്റ് ഷോ മാതിരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് കിഡ്സിന് ഇൻട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ വെളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബയോഡോമിലോട്ടാണ്. സോ ബയോഡോമിൽ പോകാൻ കിഡ്സ് നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഞാനും. കാരണം ആനിമൽസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഇതുപോലെ എക്കോസിസ്റ്റം സെറ്റപ്പ് ചെയ്തിട്ട് ഓരോ റീജിയൻ, ഫോർ എക്സാമ്പിൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, പിന്നെ അന്റാർട്ടിക്ക, അങ്ങനെ എക്കോസിസ്റ്റംസ് ആർട്ടിഫിഷ്യലായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ അവിടെ ഇങ്ങനെ വളർത്തുകയാണ്. Capybara. Capybara is a real
സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മോൺട്രിയൽ വിശേഷങ്ങൾ. ഇനിയുണ്ട് മോൺട്രിയലിൽ കുറേ കവർ ചെയ്യാൻ. അതൊക്കെ ഇനിയും നെക്സ്റ്റ് ടൈം കിട്ടുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.